നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വലിയ മാതൃകകൾ പറയുന്ന നമ്മുടെ ഈ നാട്ടിൽ അതേ വിദ്യാലയങ്ങളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിൽ വലിയ ഒരു മെല്ലെപ്പോക്കാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ട് പോലും നിയമനം കിട്ടാതെ പോകുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സങ്കടം സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. സംസ്ഥാനത്ത് സ്കൂൾ അധ്യാപക നിയമനങ്ങളിൽ റെക്കോർഡ് ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. LP UP വിഭാഗങ്ങളിലെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമന ഉത്തരവ് നൽകുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വല്ലാത്തൊരു കടുംപിടുത്തമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. തസ്തിക നിർണയിക്കാതെ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന അധികൃതരുടെ കർക്കശ നിലപാട് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളെ പാടെ തകർത്തിരിക്കുകയാണ് ഇപ്പോൾ. മുൻപ് ലിസ്റ്റിലുണ്ടായിരുന്ന നിയമനങ്ങളുടെ പകുതി പോലും ഇത്തവണ നടക്കുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. LP വിഭാഗത്തിൽ തന്നെ 14 ജില്ലകളിലായി വെറും 260 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ പലർക്കും ജോലിക്കായുള്ള ഉത്തരവ് കിട്ടിയിട്ടുമില്ല. UP വിഭാഗത്തിൽ 11 ജില്ലകളിലായി കേവലം 27 പേർക്ക് മാത്രമാണ് ഇതുവരെ ശുപാർശ അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്നേ വരെ ഒരാൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ല എന്നതും വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ മുൻപ് 4000-ഉം 6000-ഉം നിയമനങ്ങൾ നടന്നിരുന്ന സംസ്ഥാനത്ത് ഇക്കുറി അത് കേവലം 2843-ൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഈ റാങ്ക് പട്ടികകളുടെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ മെല്ലെപ്പോക്ക് ഇങ്ങനെ തുടർന്നാൽ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് നേടിയിട്ട് പോലും പടിവാതുക്കൾ നിയമനം മുടങ്ങുന്ന ഈ അവസ്ഥയ്ക്ക് എത്രയും വേഗം ഒരു പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ ആവശ്യത്തിന് അധ്യാപകർ വേണമെന്ന അടിസ്ഥാന കാര്യം പോലും മറന്നുകൊണ്ടുള്ള ഈ നടപടി തിരുത്തപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം.